സർക്കാർ ഗവർണർ പൂർണ്ണയുടെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ചത് മെറിറ്റ് മറികടന്നെന്നാണ് ചാൻസലറുടെ വാദം. ഡോക്ടർ സീസ തോമസിനെയും ഡോക്ടർ പ്രിയാചന്ദ്രനെയും VC-മാരായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സത്യവാങ്മൂലം നൽകി. വിനിത വിജയ് ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നു. വിനിത, അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകുന്നു എന്ന ഉണ്ടായ ഘട്ടത്തിലാണ് ഈ മുഖ്യമന്ത്രിയുടെ മുൻഗണനാക്രമം എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഹർജി അങ്ങോട്ടേക്ക് പോയത്. അത് ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെങ്കിലും ആ അധികാരപ്പോര് വളരെ ഭംഗിയായി ഗംഭീരമായി നടക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ് വിനീത? ഹാഷ്മി, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ JB പർദിവാല, ഒപ്പം തന്നെ KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. കേസിൽ കഴിഞ്ഞ ദിവസം ഗവർണർ പുതിയൊരു സത്യവാങ്മൂലം കൂടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെരിറ്റ് മറികടന്നാണ് മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ചതെന്നും സിസ തോമസിനെയും ഒപ്പം തന്നെ ഡോക്ടർ പ്രിയാചന്ദ്രനെയും ഇരു സർവകലാശാലകളിലും VC-മാരായി നിയമിക്കാൻ അനുമതി നൽകണമെന്നുമാണ് ഗവർണർ ഈ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ ചെയർമാൻമാരായ ചർച്ച് കമ്മിറ്റി ഈ പേരുകൾ ശുപാർശ ചെയ്തിട്ടും തീരുമാനമെടുക്കാൻ ഗവർണർ വൈകുന്നതിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി അതൃപ്തി കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഗവർണർ ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.